അപ്പോൾ ഞാനിങ്ങനെ ഓരോ റൈഡുകളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലെ ഏറ്റവും ഹൈലൈറ്റ് റൈഡായ മാഗ്നസിൽ ഇപ്പോൾ കുറച്ച് പേര് കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഒരുപാട് വലിയൊരു ഗ്യാങ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാം. ഹലോ, ഞാൻ അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു സ്വർഗം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറയാം. സ്വർഗം കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇത് പ്രതീക്ഷിച്ചാണോ? എൻജോയ്. നല്ല പകല. എനിക്ക് കയറുമോ? ഇത് ഫസ്റ്റ് ടൈം ആണോ ഇതിൽ വരുന്നത്? ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് നരകം കണ്ടു, സ്വർഗം കണ്ടു, എല്ലാം കണ്ടു. എനിക്ക് കയറുമോ? അത് അറിഞ്ഞാൽ മതി. എനിക്ക് കയറുമോ? അതാണ് സ്പിരിറ്റ്. ഇപ്പൊ കയറും അല്ലേ? ഹോസ്പിറ്റലിലുള്ളവർ ഫുള്ള് കയറി. എവിടെ വർക്ക് ചെയ്യാണോ? ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ. ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലെ സ്റ്റാഫിലാണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളൊക്കെയാണ് ഇവിടെ നമ്മളെ വിസ്മയിൽ പൊളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. കുറെ പേര് കയറി വന്നവരൊക്കെ എന്താ പറയുക, സ്വർഗം നരകം എല്ലാം കണ്ടിട്ടുണ്ട്. ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. കയറാൻ പോവല്ലേ? പൊളിച്ചെടുക്കുക. ഇവര് പറഞ്ഞാലും സ്വർഗം നരകം കാണാതെ അടിപൊളിയായിട്ട് വരാം. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ആൻഡ് മെറി ക്രിസ്മസ്. ഓക്കെ. ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കേക്ക് ഡെക്കറേറ്റിംഗ് കോമ്പറ്റീഷൻ അവിടെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആൾക്കാരെ പരിചയപ്പെടുത്തലൊക്കെ കുറച്ച് കഴിഞ്ഞാവാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അവർ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? ലെറ്റ്സ് ഗോ. നമ്മുടെ കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു ഏരിയയിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. എന്നെ വെൽക്കം ചെയ്യാൻ എന്താ വലിയൊരു ക്രിസ്മസ് പപ്പയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടായിരിക്കും നമ്മുടെ ചേച്ചിമാരെല്ലാം ചേർന്നുണ്ടാക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാനായിട്ട് പോകുന്നത്. കേക്കിൻ്റെ എന്ത് തീമാണ് അവർ കൊണ്ടുവരാൻ
എത്ര കല്യാണത്തിന് എത്ര ഫംഗ്ഷനും കേക്കാക്കി കൊടുത്തിട്ടുണ്ടാവും? ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ കൗണ്ട് ചെയ്തിട്ടില്ല, ഒരു 500 എബോവ് ബേക്ക് ചെയ്തിട്ടുണ്ട്. 500 എബവ് കേക്ക്സ് ബേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ മാസ്റ്റർ പീസ് ആയിട്ട് ഏതാ? റെഡ് വെൽവെറ്റ്. റെഡ് വെൽവെറ്റ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ റെഡ് വെൽവെറ്റ് കൊണ്ടുവന്നില്ല? ഇതുപോലത്തെ ഒരു സംരംഭം നമ്മൾ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കൊണ്ടുവരാമെന്ന് പറയുമ്പം അവിശ്വസനീയമാണ്. കാരണം പൊതുവേ നമ്മൾ ഇങ്ങനത്തെ റൈഡ്സിലും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം അറ്റ് ദ സെയിം ടൈം ഇതുപോലെ ഹോം ബേക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനൊക്കെ നടത്തുമ്പോൾ എന്താ തോന്നുന്നത്? നല്ല സന്തോഷം. നമ്മളെ പോലെ ഹോം ബേക്കേഴ്സിന് ഇതുപോലൊരു അവസരം കിട്ടിയത് ഭയങ്കര സന്തോഷം. വിസ്മയിൽ മുമ്പ് വന്നിട്ടുണ്ടോ? ഒരു തവണ വന്നിട്ടുണ്ട്. ഒരു തവണയെ വന്നിട്ടുള്ളൂ. മോശമായിപ്പോയി. കാരണം നമ്മൾ ഹോം ബേക്കേഴ്സിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം എന്നും വരാറോ? വരുമെന്ന് ഉറപ്പുണ്ടോ? കൈയടിച്ച് പ്രമേയം പാസ്സാക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് ചെയ്യാം. ഞാൻ അടുത്ത ആളെയും കൂടെ ഒന്ന് തപ്പിപ്പിടിച്ച് വരട്ടെ. കാരണം ഈ കേക്കെല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത ആൾ
ചെയ്യുക. ആ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ കാണാനും ഇത് ടേസ്റ്റ് ചെയ്യാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ബേക്ക് ചെയ്തത് എപ്പോഴായിരുന്നു? നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ആദ്യമായിട്ട് എപ്പോഴാണ്? കോളേജ് ഫസ്റ്റ് ഇയർ ടൈം അത്. ഫസ്റ്റ് ഇയർ ടൈം തന്നെയാണ് ബേക്കിംഗ് തുടങ്ങിയത്. ഇപ്പം നമ്മൾ ജോലിയൊക്കെ കിട്ടി, എന്നാലും ആ ഒരു ഇഷ്ടം നമ്മൾ വിട്ടില്ല അല്ലേ? അത് കൂടെ തന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നന്നായിട്ട് ചെയ്യൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ എല്ലാവരും അവരുടെ കേക്ക് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്യേണ്ട പരിപാടികളിലാണ്. കുറേ പേർക്ക് നമ്മളിങ്ങനെ വിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ട്, പിസ്താഷ്യോ കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ കേക്കിലാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതവിടെ നമ്മളെ മൂണ്ട ഷേപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കുറേ പേർക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുമുണ്ട്. അവരുടെ തീമും കാര്യങ്ങളൊന്നും പറയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് എങ്ങനെ ഒന്ന് വന്ന് നോക്കാം ഇവരെന്താണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യം. നമ്മുടെ ചേച്ചിമാരൊക്കെ കേക്ക് ബേക്ക് ചെയ്ത് നോക്കി അല്ലേ?
കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഇവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവരുടെ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്റ്റേജ് ലെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടീൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ക്രിസ്മസ് ട്രീസ് ഒക്കെ വെച്ചിട്ട് ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാന്റാക്ലോസിനൊക്കെ ഉണ്ടാക്കുന്നതും ആ ഒരു മേഘങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ആളോട് സംസാരിച്ചിട്ട് ഞാൻ എന്തായാലും ടൈം കളയുന്നില്ല, കാരണം ആ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ കളയരുതല്ലോ. അപ്പോൾ ബാക്കി കേക്കും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം.
ന്യൂ വിഷൻ ചാനലും വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കും ചേർത്തൊരുക്കുന്ന ഈ ഒരു കേക്ക് വിസ്മയങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കാനായിട്ട് പോവുകയാണ്. ഇനി 15 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി 15 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ ഇവിടെയുള്ള 9 കണ്ടസ്റ്റൻസും അവരുടെ അവിടെ കേക്കുകളിൽ ഭയങ്കരമായ വിസ്മയങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് തീമാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരും വെറൈറ്റി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയിൽ ക്രിസ്മസ് ട്രീ ഉണ്ട്. അങ്ങനെ എന്നും വേണ്ട അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എല്ലാവരും അതിൻ്റെതായ തിരക്കിലാണ്. ലാസ്റ്റ് മിനിറ്റ് പണികളിലാണ് എല്ലാവരും ഉള്ളത്. എന്നാലും എല്ലാ കേക്കും സൂപ്പറായിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേക്ക് മാസ്റ്റർ, നമ്മുടെ ജഡ്ജ് എന്തായാലും വേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു സൈഡിൽ നോക്കുമ്പോഴായിരിക്കും കണ്ണ് നേരെ മറ്റേ കേക്കിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു സൈഡിൽ നിൽക്കുകയാണ്, ഇങ്ങനെ ചുറ്റും എൻ്റെ കണ്ണിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അത് ടേസ്റ്റ് ചെയ്യാനായിട്ടും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വരും, നമുക്കൊരു കേക്ക് ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. പേരിങ്ങനെ കുറച്ച് പരിഭവവും പരാതിയൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവർക്കും ഒരേ സമയമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനാണല്ലോ നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും ആരാണ് വിന്നർ ആവാൻ പോകുന്നതൊക്കെ അറിയാം. ഇനി കുറച്ച് ടൈം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം.
ചെയ്ത നാഫ്ല ചേച്ചിൻ്റെ കേക്കാണ്. അങ്ങനെ നമ്മളെ ആദ്യത്തെ കോൺടെസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കറങ്ങി തിരിഞ്ഞ് നമ്മൾ ബാക്കിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. സരിക ചേച്ചിൻ്റെ അടുത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ കേക്ക് നല്ല വെറൈറ്റി ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ ഭയങ്കര വിഷമത്തിലുള്ളത്, ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കണ്ട ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു ഇത്രയും ഫോണ്ടിൻ്റെയൊക്കെ വെച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കുന്ന ഒരു പണി തന്നെയാണ്. അപ്പോൾ അത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. വിചാരിച്ച പോലെ ആയില്ല, സമയത്തിനുള്ളിൽ കുറച്ചും കൂടി ഡെക്കറേറ്റിംഗ്. ഞാനൊരു കാര്യം സീക്രട്ടായിട്ട് പറയട്ടെ, ഇതിപ്പോൾ പറയണ്ട, ജഡ്ജസിന് ഇത് ഇഷ്ടപ്പെട്ട് സമ്മാനം കിട്ടുന്നതാണ്. അപ്പോൾ അത് കളയണ്ട. ഓക്കെ, നമ്മളിനി ഇപ്പോൾ ചെയ്തില്ല, ബാക്കിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞത് അതങ്ങനെ ജഡ്ജ് കേട്ടിനെങ്കിലോ അത് പറയണ്ട. സമയത്ത് വന്നിട്ടുണ്ടെങ്കിലോ? പക്ഷേ നമുക്ക് ഇതൊരു കോമ്പറ്റീഷൻ ആണല്ലോ. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ സമയമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരാൾക്ക് മാത്രം നമുക്ക് എക്സ്ട്രാ ടൈം കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും സാരമില്ല.
എന്താണെന്നൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മുടെ കൺവെൻഷൻ ചാനലും വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കും ചേർന്ന് നടത്തിയിട്ടുണ്ടായിരുന്ന കേക്ക് വിസ്മയം എന്ന കേക്ക് ഡെക്കറേറ്റിംഗ് കോമ്പറ്റീഷൻ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോമ്പറ്റീഷൻ ആയിരുന്നു. 9 പേരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 റൗണ്ടിലായിട്ടാണ് നമ്മുടെ ഈ ഒരു വാർഷിക മത്സരത്തിന്റെ ജഡ്ജസ് ഇങ്ങനെ വന്നിട്ടെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ ആ ഒരു കേക്കിന്റെ ഔട്ട്ലുക്ക് ആയിരുന്നു, എങ്ങനെയായിരുന്നു നിങ്ങളൊരു കേക്ക് പ്രസന്റ് ചെയ്തെന്നുള്ള കാര്യമായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ജഡ്ജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, കേക്ക് ടെസ്റ്റ് ചെയ്യാനും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു മോയ്സ്റ്റ് ആണ്, എന്തൊക്കെയാണ് കേക്കിന്റെ ബാക്കി കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മുടെ കേക്ക് മാസ്റ്റർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 9 പേരിൽ നിന്നും 3 പേരെയാണ് നമ്മൾ വിന്നറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. 3 പേരെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ കാറ്റഗറിയിലാണ് വിന്നേഴ്സിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തൂടെ? എല്ലാവരും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടാണ് ചെയ്തെന്നുള്ള കാര്യം നമ്മുടെ കേക്ക് മാസ്റ്റർ ഓൾറെഡി എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. അത് നിങ്ങൾ എല്ലാവരും പറയണമെന്ന് തോന്നി. സോ ഇത് നിങ്ങൾ എല്ലാവരും പ്രൊഫഷണൽ കൂടി അനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഐശ്വര്യ ഫ്രം ആശ്രേ. കൺഗ്രാറ്റുലേഷൻസ് ഐശ്വര്യ. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. ഒരു ബേക്കർ അല്ല, ബട്ട് സ്റ്റിൽ വേറെ ജോബാണ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഇതിനായിട്ട് വന്നതാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിനായിട്ട് വന്നതല്ല, വന്ന സ്ഥിതിക്ക് കേക്ക് ബേക്ക് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അമ്മ ബേക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അമ്മയുടെ പാദം പിന്തുടർത്തിയാണ് അല്ലേ? ഒരു കേക്കിലെ ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ഐശ്വര്യക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഐശ്വര്യക്കുള്ള സമ്മാനം നൽകാനായിട്ട് പോകുന്നത് നമ്മുടെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ മാർക്കറ്റിംഗ് മാനേജർ മിസ്റ്റർ നിതിൻ ദേവിയാണ്. അപ്പം ഈ ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ നിതിൻ ദേവിയോടും ഒപ്പം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഐശ്വര്യ ഭക്ഷണിയെ പേരിൽ ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ്. Once again, congratulations. Thank you so much to all of you. ഇനി നമ്മൾ രണ്ടാം സമ്മാനത്തിന് ആരാണ് അർഹയായിരിക്കുന്നത് അറിയാനായിട്ട് പോവുകയാണ്. ആൻഡ് അനൗൺസ് ചെയ്യാലോ അല്ലേ? And second prize goes to Krishnapriya from Kannur. Krishnapriya, please come forward. Congratulations. ഒരുപാട് ആരാധകരുള്ള കേക്കാണ് മിസ്തേശ്വർ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആരാധകരുടെ എവിടെയും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേക്ക് മാസ്റ്ററിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്രയും പേരിൽ നിന്ന് സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത്. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. കേക്ക് അവിടെ വെക്കണം, ഞാൻ വരുന്നുണ്ട് കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണപ്രിയക്കുള്ള സമ്മാനം നൽകുന്നത് മിസ്റ്റർ ശങ്കരനാരായണൻ സാറാണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫ്രം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. സോ പ്ലീസ്. ഈ ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് സാറിനോടും ഒപ്പം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണപ്രിയനോടും റിക്വസ്റ്റ് ചെയ്യാണ്. ഒത്തിരിയേറെ കൈനിറിയ സമ്മാനങ്ങളാണ് നമ്മുടെ കൃഷ്ണപ്രിയനെ നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സ്പെഷ്യലി അവിടെ വെക്കാൻ മാറ്റേണ്ട, ഞാൻ വരുന്നുണ്ട് കളിക്കാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഓഫ് യു. ഇനി നമ്മുടെ മൂന്നാം സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് ആരാണെന്ന് അറിയാനായിട്ട് പോവുകയാണ്. ഒരുപാട് പേരെയും ബാക്കിയുണ്ട്. 50 പേര് പാർട്ടിസിപ്പേറ്റിൽ നിന്നാണ് 2 പേരെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 7 പേരിൽ ആ മൂന്നാം സമ്മാനക്കാരി ആരാണെന്ന് അറിയാൻ ഞാൻ പറയട്ടെ? പറയാമോ അല്ലേ? ആൻഡ് തേർഡ് പ്രൈസ് ഗോസ് ടു നാഫില നദീം ഫ്രം താഴെച്ചൊവ്വ. പ്ലീസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു മിൻഹ ബേക്സ് അല്ലേ? മിൻസ ബേക്സിന്റെ സ്വന്തം നാഫില നദീമാണ് തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നാഫില ചേച്ചിക്കുള്ള സമ്മാനം നൽകുന്നത് മിസ്റ്റർ സജീഷ് പി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫ്രം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. ഈ ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ സജീഷ് സാറിനോടും ഒപ്പം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാഫില നദീം അവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. ആൻഡ് വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. 2.5 മണിക്കൂർ നീണ്ടുനിന്ന ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 മണിക്കൂർ ഒന്നും അത് ഫാൻ പോലും ഉണ്ടാവില്ല, ഫാൻ വന്നിട്ടുണ്ടാവില്ല. ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഇടയിൽ വന്നിട്ട് ക്ലീൻ ചെയ്തു. കുറേ നമ്മൾ കേക്ക് ബേക്കിങ്ങൊക്കെ വീട്ടിൽ നിന്നായിരുന്നു. പക്ഷേ ഡെക്കറേറ്റിംഗ് എന്ന് പറഞ്ഞത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെക്ക്
അപ്പം ഈ ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സൂര്യചേച്ചിനെ വിളിക്കുകയാണ്. ഇവിടെ റോഡിലായി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് സൂര്യചേച്ചിയായിരുന്നു. സൂര്യചേച്ചിയോട് തന്നെ ഈ ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് കം ഫോർവേഡ്. ഷക്കീല ചേച്ചിയാണ് ഫ്രം പഴയങ്ങാടി. പ്ലീസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, കാണാൻ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അപ്പോൾ എന്നാലും ഇതുപോലെ ഇനിയും ഇരിക്കാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തത് ഷുഹൈമ ഫ്രം ധർമ്മശാല. ഷുഹൈമ പ്ലീസ്. Congratulations. Sona Surendran from Mathur. Sona ji, please. Shamila from Mathur. Shamila ji. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ബിസിനസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഈ ആശംസിക്കുകയാണ്. ഷെമില റഹ്മാൻ from കാക്കാഞ്ചേരി. Congratulations. Sarina from Udaipur. Congratulations and thank you so much എല്ലാവരും ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു പ്ലാൻ ചെയ്തതുമായിരുന്നു. ചേച്ചി പെട്ടെന്ന് തീരുമാനമായിരുന്നു. കളറായി. അപ്പോൾ കളറാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും താങ്ക് യു പറയുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, അപ്പോൾ നമ്മുടെ വിന്നർ ഇത് നമ്മുടെ കൂടെയുണ്ട്. ഐശ്വര്യയാണ് നമ്മുടെ ഇന്നത്തെ കേക്ക് കോമ്പറ്റീഷനിൽ കേക്ക് ഡെക്കറേറ്റിംഗ് കോമ്പറ്റീഷനിൽ വിന്നറായിരിക്കുന്നത്. അത് തന്നെ കൺഗ്രാജുലേഷൻസ്. കേക്കൊക്കെ കഴിച്ചു, സൂപ്പറായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെയില്ല, എന്തായാലും നമ്മളെല്ലാവരും പിന്നെ ഫസ്റ്റിനാണല്ലോ ഇന്ന് ഇവിടെ വന്നതല്ലേ. ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അനൗൺസ് ചെയ്ത സമയത്ത് എന്ത് തോന്നി? എൻ്റെ പേര് തന്നെയാണെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായോ? കാരണം ഇവിടെയുള്ള എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ ആ ഒരു സമയത്ത്. അമ്മേൻ്റെ കൈപ്പുണ്യമാണ് മോക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടുപേരും കൂടെ ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സംരംഭം ഇനിയും മുന്നോട്ട് പോകട്ടെ, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കാനാകട്ടെ എന്നും ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാം സ്ഥാനം കിട്ടിയാളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. കേക്ക് ഡെക്കറേറ്റിംഗ് കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നമ്മുടെ സ്വന്തം കൃഷ്ണപ്രിയ ചേച്ചിയാണ്. ഹോം ബേക്കറാണ്. ഒരുപാട് കേക്കുകൾ ഒരുപാട് പേർക്ക് നൽകിയിട്ടുള്ള ഒരാളാണ്. ആളുടെ മാസ്റ്റർ പീസ് ആയിട്ട് പിസ്താഷ്യോ കേക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ടാണ് സെക്കൻഡ് പ്രൈസ് സ്വന്തമാക്കിയിരിക്കുന്നത്. സോ എന്ത് തോന്നി ഈ ഒരു അവസരത്തിൽ നിന്നുള്ള കാര്യം ചോദിക്കാം. എന്താണ് സെക്കൻഡ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോൾ തോന്നിയത്? ഒരുപാട് സന്തോഷം. കാരണം ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെയുള്ള കോമ്പറ്റീഷൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയും എനിക്കും ഇതുപോലെ ഒന്നിലും പങ്കെടുക്കണം, നമ്മുടെ കണ്ണൂരൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞ് എന്നോട് പറയണമെന്നില്ല. അപ്പോൾ ഇതിപ്പോൾ വിസ്മയത്ത് കണ്ടപ്പോൾ ഏകദേശം ഒരു 5-6 പേര് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഒന്നും നോക്കാനില്ല, പങ്കെടുക്കുക അത്രയാണ്. 2 കുഞ്ഞു മക്കളാണുള്ളത്. ആരാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം മക്കളെ സ്കൂളും കാര്യങ്ങളും അവരുടെ ഫുഡ് പഠിക്കേണ്ടതും അങ്ങനെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യേണ്ട ഒരാളാണ്.
വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ക്രിസ്മസ് ദിനമായ ഇന്ന് കണ്ടക്ട് ചെയ്ത കേക്ക് വിസ്മയം നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. 9 പേര് മത്സരിക്കാനുണ്ടായിരുന്നെങ്കിലും അതിൽ 9 പേരുടെ കേക്കും കഴിച്ച് മൊത്തത്തിൽ മത്ത് പൊടിച്ചിരിക്കുകയായിരുന്നു. 3 പേർക്ക് സമ്മാനം കിട്ടിയിട്ട്, പക്ഷേ ബാക്കി എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നമ്മുടെ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ള കാരണം എനിക്കറിയില്ല, അവരോടൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ വളരെ മോശമായ കാര്യമായതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എന്നാലും എനിക്കും വേണ്ട ഒരു സമ്മാനം, ക്രിസ്മസ് ഒക്കെ പറയുമ്പോൾ സമ്മാനം എന്തായാലും നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ ഇങ്ങോട്ടേക്ക് അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഫോണ്ടൻ കേക്കിൻ്റെ അകത്തുള്ള ക്രിസ്മസ് കേക്കാണ്. ക്രിസ്മസ് ഫോണ്ടൻ്റ് ആണ്, നമ്മുടെ അപ്പൂപ്പനാണ്. അപ്പൂപ്പനില്ലാണ്ട് എന്ത് ആഘോഷമല്ലേ. അപ്പോൾ ഇത് ഞാൻ എന്തായാലും കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെയും അതുപോലെ തന്നെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെയും മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടുള്ളൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഇതുപോലെ വിസ്മയിൽ ഇതുവഴി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ എന്തായാലും അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ. ക്രിസ്മസ് അപ്പൂപ്പനെ തരൂല കേട്ടോ.